അർജന്റീന മത്സരം മാർച്ചിൽ എന്ന് പറയുന്ന വാർത്തയാണ് എത്തുന്നത്. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ വീണ്ടും അവകാശവാദവുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ. മത്സരം മാർച്ചിൽ നടക്കുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അർജന്റീന ടീം ഇക്കാര്യം അറിയിച്ചു. വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മന്ത്രി. ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താമെന്നും അവർ അറിയിച്ചു. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശാന്തകുമാർ, സംസ്ഥാന കായിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു. അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരിക എന്നുള്ളത്. എന്തായാലും മന്ത്രി വീണ്ടും പറഞ്ഞിരിക്കുന്നത് മാർച്ചിൽ നടക്കുമെന്നുള്ളതാണ്. അതിന് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്ഥിരീകരണത്തിനായി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏത് വേദിയിലായിരുന്നു കായിക മന്ത്രിയുടെ ഈ പ്രഖ്യാപനം? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ് കായിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അർജന്റീനൻ ടീം കേരളത്തിൽ കളിക്കും, അത് കൊച്ചിയിൽ തന്നെ കളിക്കും. അത് 2 ദിവസത്തിനകം തന്നെ അർജന്റീനൻ ടീമിൽ നിന്നും അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അത് സംസ്ഥാന കായിക വകുപ്പിൻ്റെ വിഷൻ 2031 എന്നുള്ള പരിപാടി ഒരു ഔദ്യോഗിക ചടങ്ങാണ് സർക്കാരിൻ്റേത്. ആ ഔദ്യോഗിക ചടങ്ങിൽ മലപ്പുറത്ത് നടക്കുന്നു. അതിലാണ് ഈ കായിക താരങ്ങളുടെ അല്ലെങ്കിൽ കായിക പ്രേമികളുടെ കായിക വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ എല്ലാം ഒരു ചടങ്ങിലാണ് അദ്ദേഹം ഇത്ര കൃത്യതയോടെ വ്യക്തതയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് 2 ദിവസം മുമ്പ് അതിൻ്റെ മെയിൽ വന്നിട്ടുണ്ട് അർജന്റീന ടീമിൻ്റെ. അധികം വൈകാതെ തന്നെ അവർ ഈ കാര്യം പ്രഖ്യാപിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഏറെ വിമർശനം നേരിട്ട ഒന്നാണ് കായിക വകുപ്പും ഒപ്പം തന്നെ ഈ അർജന്റീന ടീം കേരളത്തിൽ വരുമോ കളിക്കുമോ എന്നുള്ളതെല്ലാം അതേറെ വിമർശനം നേരിട്ടിരുന്നു. അതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ അടുത്ത വിൻഡോയിൽ മാർച്ചിലെ വിൻഡോയിൽ തന്നെ കളിക്കാൻ അവർ തയ്യാറാവും, നിർബന്ധമായും ഞങ്ങൾ കേരളത്തിൽ വരുമെന്ന് അവർ മെയിൽ വഴി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം. അതൊരു കായിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു തന്നെ അതൊരു പ്രഖ്യാപനം. അതൊരു ചെറിയ വേദി മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ വിഷൻ 2031 എന്നുള്ള കായിക വകുപ്പിൻ്റെ ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇന്ന് അത് വ്യക്തതയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലക്ഷ്മി, മാർച്ച് എന്ന് പറയുമ്പോൾ ഇനി അധികം സമയമില്ലല്ലോ. അപ്പോൾ സ്റ്റേഡിയത്തിന്റെ നവീകരണമൊക്കെ അപ്പോഴേക്കും പൂർത്തിയാക്കി മാർച്ചിൽ കളി നടക്കും എന്നങ്ങ് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും മന്ത്രി വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറഞ്ഞത്. കാരണം ഈ നവംബർ വിൻഡോയിൽ കളിയിൽ മുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫിഫയുടെ അംഗീകാരം ലഭിച്ചില്ല എന്നുള്ളതാണ്. ഫിഫയുടെ അംഗീകാരം ലഭിക്കാതിരിക്കാനുള്ള കാരണമായി പറയുന്നത് അത് കല്ലൂർ ജവഹർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണികൾ, അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ, ഫിഫ നിലവാരത്തിൽ ആ സ്റ്റേഡിയം ഉയർത്തുന്നതിന് ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അത് 2 ദിവസം മുമ്പ് ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഫിഫ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അവർക്ക് ആ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞു. അതിനുള്ള ഒരു അംഗീകാരം കൂടി ആയിട്ടാണ് ഇപ്പോൾ അർജന്റീന ടീം ആ ഒരു പ്രഖ്യാപനം തന്നെ ടീമിന് കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു അവിശ്വസിക്കേണ്ടതില്ല. അടുത്ത മാർച്ചിൽ തന്നെ അർജന്റീന ടീം കളിക്കാനായി കേരളത്തിലെത്തും. അതിൽ മെസ്സി ഉൾപ്പെടെയുള്ളവർ കളിക്കാനുണ്ടാവും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കായിക മന്ത്രി ഇന്ന് ഈ ഔദ്യോഗിക ഒരു ചടങ്ങിനിടെ തന്നെ അദ്ദേഹം പറയുന്നത്. എന്തായാലും അതിൻ്റെ കൂടുതൽ വ്യക്തത ഈ ചടങ്ങിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അവർക്ക് കാത്തിരിക്കുകയാണ്. എന്തായാലും അർജന്റീന ടീം കേരളത്തിൽ എത്തുന്ന കാര്യത്തിൽ കായിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണമാണ് വരുന്നത്. മാർച്ചിൽ എത്തുമെന്നാണ് പറയുന്നത്. അപ്പോഴും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതും. മാർച്ചിൽ അടുത്ത വിൻഡോയിൽ, നവംബറിൽ നടക്കാൻ പറ്റിയില്ല മത്സരം. സോ മാർച്ചിൽ മത്സരം നടക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ വാക്കുകൾ നമുക്ക് എന്തായാലും വിശ്വാസത്തിൽ എടുക്കാം. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത് മലപ്പുറത്ത് നിന്നും.